കർത്താവ് പറഞ്ഞു, നീ വിധിക്കുന്ന ഏത് വാക്കുകൊണ്ട് നിന്നെ വിധിക്കും. You will be judged according to the word with which you judge. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനെ ന്യായവിധിനാളിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. In the day of judgment, you will be accountable to every man. Be accountable to it is written in this book. നാം വിശ്വസിക്കണം. You must believe it. നാം വെറുതെ ഒന്നും പറയണ്ട. We will not tell it simply. ആരെ കുറിച്ചും പറയണ്ട. We don't have to tell everybody. നാം ആരുടെയും ന്യായകർത്താക്കളാകരുത്. We are not justifiers of others. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. That is not what God has given us. ന്യായാധിപൻ ഒരുവനേ ഉള്ളൂ. There is only one judge. അവൻ തീരുമാനിക്കും. He will decide. നാം വെറുതെ കുറ്റം ഏറ്റെടുക്കരുത്. We should never bear it upon ourselves. നിങ്ങൾ ആരെങ്കിലും ഞാൻ അർത്ഥമാക്കിയില്ല. I don't mean that you are one of them. പക്ഷെ പറയാതെ വിട്ടുകൂടാ. But I can't leave it. നമ്മുടെ മധ്യത്തിൽ കഠിനമായി പാപത്തിന്റെ സ്വാധീനത്തോടെ ഞാൻ ഭയപ്പെടുന്നു. There is influence of this type of sin in our midst. നമ്മളത് വിചാരിക്കും. Don't think that way. കർത്താവിനാസൊരു അങ്ങനെ ചിലർ ഇവിടെ വന്നിട്ടുണ്ടോ? There are other people like that today. തന്റെ ജീവനെ വിലയേറിയതായി എണ്ണാത്ത ആരെങ്കിലും He who does not think his life is great, എങ്കിൽ നീ നിന്റെ ജീവനെ കണ്ടെത്തും. then you will find your life. അപ്പൊ വീട്ടുകാരെ ഭയന്ന് നാട്ടുകാരെ ഭയന്ന് Or if you're afraid of your family and of your people around you, രക്ഷിക്കപ്പെട്ടതല്ല എനിക്ക് പരിചയമാണ്. I know people are saved. അവരോട് സംസാരിക്കുമ്പോൾ അവർ ഞാൻ ചോദിക്കുന്നത് സ്നാനപ്പെട്ടതാണോ? I generally ask them, are you baptized? സ്നാനപ്പെട്ടില്ല. No, I'm not baptized. അതിനെ സ്നാനപ്പെടാത്തത്. Why are you baptized? അപ്പൊ റെഡിമെയ്ഡ് ആൻസർ ഉണ്ട്. There is a tailor-made answer. കുരിശിലേക്ക് അവൻ സ്നാനപ്പെട്ടായിരുന്നു. കുരിശിലേക്ക് അവൻ Oh, the thief on the cross, did he not get baptized? സ്നാനപ്പെട്ടായിരുന്നു. No. സ്നാനപ്പെട്ടില്ല. അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കും, And I'll ask, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഏത് കുരിശയിലുള്ള ആളെ നോക്കിയിട്ടാണ്? who were you saved after looking at which person on the cross? ആ നടുക്കൽ കുരിശേ കിടന്ന യേശുവിനെ നോക്കിയിട്ടാണ്. They said the man in the center, Jesus. അപ്പൊ രക്ഷിക്കപ്പെടാൻ നമുക്ക് യേശുവിനെ നോക്കണം. So you have to see Jesus to be saved. രക്ഷിക്കപ്പെട്ട കഴിയുമ്പോൾ നീ കള്ളനെ നോക്കി. After you're saved, you're looking at the thief. നീ ആ പെരുന്ന കള്ളൻ. You are the great thief. നീ ശരിക്കും രക്ഷിക്കപ്പെട്ടതല്ല. You are not saved. ഞാൻ ഒരു ഭയവും കൂടാതെ പറയാം. I will tell it without any doubt. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനയെ പ്രമാണിക്കും. He who loves me will follow my commandments. 33 വയസ്സിലെ ചോര യേശു തന്നു വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടാതിരിക്കുമോ? He who believes that for 33.5 years he gave you his blood, will he not get baptized? ഇത് നിസ്സാരമായ This കാര്യമാണ്. is not a small thing. തമാശയാണോ? This is not food. ഒരു ബോട്ടിൽ രക്തം എന്ന ഒരു കുപ്പി ചോര എന്ന കാര്യമാണോ ഇത്? It's just a bottle of blood. 33 വയസ്സിൽ തിളയ്ക്കുന്ന ചോര. It is a 33.5 about this. സുവിശേഷവാസിയുടെ 10ാം ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെ, എന്ത് ചെയ്യാം ഒന്നും വേണ്ട. The Suviseshan magazine says, what can we do? We can't do anything. സാറ് സരസമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. He has wrote it very plainly. സഭയിൽ നല്ല ഉടുപ്പിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വിശ്വാസികൾ പറയും, കണ്ടില്ലേ ഇവന് വരവുണ്ട്. If you put a good shirt, they will say he's got some funds from ഇനി ഏതെങ്കിലും കീറിയ ഉടുപ്പായി പോയാൽ ഉടനെ പറയും, ഇവരെ തമ്പരാൻ വിളിച്ചാണ് ഒരു ഉടുപ്പ് പോലും ഇല്ല. And if he's got a torn shirt, they'll say doesn't even have a good shirt to wear. ഇനി പച്ചവെള്ളം കുടിച്ചാണെങ്കിലും വയറ് സകലം മുതിർത്തിരുന്നാക്കുമ്പോ പൊട്ടവയറാ, ഓടി നിന്നിട്ട് പൊട്ടവയറാ. And the pot belly they will also condemn. മെലിഞ്ഞിരുന്നാലോ? And if you're thin, ഇവനൊന്നും പച്ച കുടിക്കുകയല്ലേ, ഇവന്റെ ശരീരത്തിൽ ഏൽക്കത്തില്ല. they will never become good. സഭയിൽ ഒരു നല്ല പ്രസംഗം നടത്തിയാലോ? And if they preach properly in the church, ആരുടെയോ പ്രസംഗം മോഷ്ടിച്ചതാണ്. stolen. ഇനി പ്രസംഗം മോശമായാലോ? If there is a problem with the preaching, ദൈവത്തോട് വേണ്ടേ ബ്രദർ, വല്ലോ കൃപയോട് there is no grace in the preaching. ഇനി നമ്മൾ കമ്മിറ്റിക്ക് പോയാലോ? And if you go to a committee, മുമ്പിലെങ്ങാൻ ഇരുന്നാലോ? if you sit in the front, സെക്രട്ടറി ആവാന്നിരിക്കുക. yes, എന്നാ പുറകെ പോയിരുന്നാലോ? and if you sit in the back bench, പണ്ടേ പിന്മാറ്റക്കാരാണ്. it's always the back bench. സാർ ലിസ്റ്റ് പറഞ്ഞു. And there is a list which he സാർ said, ചോദിച്ചു, എന്ത് ചെയ്യാ, ഇവിടെ ഒന്നും വേണ്ട, there is nothing we can do. ഇവിടെ ഒന്നും വേണ്ട. We can do nothing. പ്രധാനക്കാരല്ലാത്ത ആരെങ്കിലും ഹോളിനകത്ത് ഇരിപ്പുണ്ടോ എന്റെ രാത്രി? If there is somebody who is not a brother in here, നിങ്ങളിപ്പോ തീരുമാനിച്ചത് ഇങ്ങനെയാണ്, എന്റെ പൊന്നു ബ്രദർ ഇങ്ങോട്ട് വരുന്നില്ല. I'm not coming here, you might decide. ഇതിലും പേര് ഞങ്ങളെ പറയാ. The church is better. അല്ല കേട്ടോ, No, it's not. ഞാൻ ആദ്യ ദിവസം പറഞ്ഞായിരുന്നു, I told her the first day, ഇതിനേക്കാളെല്ലാം ഒത്തിരി പ്രശ്നം അപ്പുറമൊക്കെ ഉണ്ട്. there is problems outside in different churches. അതെന്റെ വീടല്ല, That is not our house. ഇത് എന്റെ തറവാടാ. This is my എന്റെ family. വീടാ. This is my family. ഇവിടെ വെടിയും കുത്തും കൊലപാതകമൊന്നുമില്ല. There is no murder and pilferage here. ചെറിയ കാര്യം. Small. ആ ചെറുതുപോലും ഉണ്ടാകരുത്. Even the small thing should be. അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. That is why we are saying this way. ഇത് അയൽവക്കത്തെ കാര്യമാണ്. That is the neighborhood's അത് problem. എന്റെ വിഷയമല്ല. That is not my son. ഞാൻ ഈ പറഞ്ഞ് തെറ്റിദ്ധരിക്കാതിരിക്കാണ്. Don't mistake me. ഇത്രയും നേരം കണ്ടത് ഇവിടെ മിക്കവാറും വലിയ കൊലപാതകം നടക്കുക, അങ്ങനെ ആയിരിക്കണം. Don't think that there is murder happening. അങ്ങനെ നടന്നെങ്കിൽ ഞാൻ പണ്ടേ ഇവിടുന്ന് പോയത്. If that was so, I would have ഞാൻ പറയാൻ left. ഇതിനേക്കാൾ നല്ലൊരു സംവിധാനം ഉണ്ടെ കാണിച്ചാൽ ഞാൻ അന്ന് പോകണം. If you show me a better setup than this, I will go there. ഇതിനെ എവിടെ നിൽക്കുന്നത്? That's why I say here. ഞാൻ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒന്നിച്ചു പോകാം. Because we don't go together. ദൈവത്തിന്റെ സ്തോത്രം, ഇതിനേക്കാളും നല്ലത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. Praise the Lord. There is no better setup than this. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് നന്നാകണം, We can make it better. കുറച്ചുകൂടെ We ശരിയാകണം. can make it right. അങ്ങനെ പറഞ്ഞു. That is what I